ലാസ്റ്റ് നടത്തി കിടക്കാണ്. അമ്മ ചേച്ചി എടുക്കുക. അമ്മ ചേച്ചി ചക്ക വെട്ടാൻ പാൽപ്പേടെ. ഓ കണ്ടോ കണ്ടോ മീനച്ചാറ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്റെതെല്ലാം നിരത്തുന്നതായിരിക്കും. ഇതെല്ലാം നിരത്തി കഴിയുമ്പോ എന്റെ നിരത്തുന്നതായിരിക്കും. ഇതാണ് ചേച്ചിമാരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതാണിത്. പിന്നോന്റെ കാഴ്ച ആർക്കാ കൂടുതൽ പോയിട്ട് വീഴുന്ന നോക്കാം. കാരണം ചേച്ചി ചേച്ചിനെല്ലാം മാറ്റി. ഓ ഇതിന്റെ മാസ്റ്റർ പീസ് വട്ടയോ ഇന്നത്തെ ശരിയായോടെ എന്റെ തുണി ഒന്ന് അടിയിപ്പിച്ചെടുത്തോളൂ. കറക്റ്റ് ഗ്രാമം ചേച്ചി തൊട്ടു പോയത് പറഞ്ഞാൽ പോയി. അവിടെ നമിക്കണം, അവിടെ ഇങ്ങോട്ട് വീഴണ്ട. ഞാൻ പക്ഷേ ഇടാറില്ല. പോയി ഇത് വേണോ ഈ വശമാണോ ഈ വശമാണോ അങ്ങനെ കാണിച്ചിട്ട് ഒരു പച്ച കത്തുന്നില്ലേ? തുറക്ക്. എന്നിട്ട് ആദ്യം ഇവിടെ കുത്തിക്കേ, ഇവിടെ ഇട്ടേ. എന്തോ പറഞ്ഞായിരുന്നു ചേച്ചി? ഇപ്പൊ അതെന്ന് പറഞ്ഞ് ചേച്ചിയുടെ പോക്കറ്റിൽ കിടക്കുന്നതിന് നീളമുണ്ടോ? ചേച്ചി എന്നെ തിന്നുന്നേ, എന്താ തിന്നുന്നേ? ചേച്ചി എന്താ തിന്നുന്നേ? എന്താ തിന്നുന്നത് പറ. ചക്കപ്പഴം അടിച്ചു വിടുക ഐഡിയാസറി. നല്ലാണോ? ഞാൻ കൊണ്ടുവന്ന അത് നല്ലതാണെന്ന് പറയുവാണെ എന്നാ നീ അങ്ങ് എടുത്തോളാൻ പറയും. അങ്ങനെയാണ്. ഇല്ല, അവള് കൊറേ പെട്ടി ഞങ്ങൾ കൊണ്ടുവന്നു. പെട്ടിയൊക്കെ എണ്ണപ്പെട്ടി ചേച്ചി ഇനി വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. പെട്ടില്ല ഇപ്പൊ ഒത്തിരി പ്രായമൊക്കെ അല്ല, ഒത്തിരി പ്രായമായി. ഇത് കാണാ ഒരു കിടപ്പിലൊക്കെ ആകുമ്പോ ചേച്ചിക്കാം. ഇഷ്ടപ്പെട്ടോ ചേച്ചി? അതിന് ബ്ലാക്ക് ഇടാം, ഇതിടാ, പിന്നെ വെള്ള ഇടാം. ഇതിന് എന്നാ പിന്നെ ഞാൻ അതെല്ലാം മേടിച്ചോണ്ട് രണ്ടെണ്ണം മേടിച്ചോണ്ട് വരണായിരുന്നല്ലേ. ഇതിന് എന്നാ ഇടാം? എനിക്ക് ഇടാൻ പറ്റുമോ ഇത്? ചേച്ചിക്ക് എത്ര ചേച്ചി? 60? എത്ര ചേച്ചി? 56. എനിക്ക് 60. എത്ര ചേച്ചി? 57 ആകൂല. 57 വയസ്സായോ? 56 ഇപ്പം. ആ മുഖത്തോട്ട് ഇപ്പഴാ രസമാണ്. ചീപ്പിരി വരയ്ക്കുന്നതിനാണ് നല്ല ഇങ്ങനെ വയ്ക്കുന്നത്. എന്റെ ഗ്ലാമർ ചേച്ചി. ഞാനൊക്കെ 57 വയസ്സാകുമ്പോ എങ്ങനെയാ മണി കളിയായി നീ എത്തിയടി? എല്ലാരും കണ്ടായിരുന്നു. എപ്പോഴും പൊടിച്ചേക്കണം. പിന്നെ ഈ മുട്ടുവേദനയ്ക്കൊക്കെ മെയിനായിട്ട് പണ്ട് മുട്ടുവേദന അതിനെ ഇത് കണ്ടോ ഇങ്ങനെ. ഞാൻ ഈ പോകുന്നത് വെൽനെസ് ആൻഡ് റീജുവനേഷൻ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ മുട്ടുവേദനയൊക്കെ ഏത് തമ്പുരാൻ കർത്താവ് വന്നാലും അതങ്ങനെ അല്ല, ദാറ്റ് ഈസ് നത്തിങ് മച്ച്, ഒരു ചെയ്യുള്ളൂ. അത് എന്നെ അടുത്തോണ്ടിരിക്കണം. ഇങ്ങനെ മുട്ടി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ മുട്ടിന്റെ സ്ട്രെച്ച്, മുട്ടിന്റെ ഇവിടെ ഈ ഇതില്ലേ, ദിസ് ഈസ് കോൾഡ് ഹാർട്ട് ഓഫ് ദ ബോഡി. ഈ കാഫ് മസിൽ അതിനെ ഹാർട്ട് കണ്ടോ, ഇതിവിടെ ഇതാണ് ഹാർട്ട്. ഇത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. BP വരികയില്ല, ഹാർട്ട് പ്രശ്നം വരികയില്ല. ഇപ്പം ഇത് നല്ലപോലെ സ്ട്രെച്ച് കൊടുത്താൽ സെക്കൻഡ് ദിവസം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഇറങ്ങാം. ചേച്ചി ഇറങ്ങിയ എപ്പം കയറി അവിടുന്ന്? അവിടുന്ന് അവരെന്നെ 7 മണിക്ക് പൊട്ടി. ഞാൻ എന്തൊരു വണ്ടിയായി റിമോട്ട് അവള് പണ്ടേ വണ്ടിയല്ലേ ചേച്ചി? ഇവളെങ്ങനെ ടീച്ചറായത് ഞാൻ ഓർക്കുന്നത്. തുറന്നു വരുന്നുണ്ടോ? അടുത്തോട്ട് തുറക്ക കണ്ടോ? ഞങ്ങളുടെ തനിക്കുണം കണ്ടോ? ഞങ്ങളുടെ തനിക്കുണം കണ്ടോ ചേച്ചി? ഇതാണ് ഞാൻ കാണുന്നത്.
ഇതുണ്ടോ ഇതൊന്നും അല്ല കുഞ്ഞു കുപ്പിയല്ലേ. കണ്ണൂർ ലോബി അത് വലിയ കണക്കാ. മോനെ ഞാൻ പറഞ്ഞല്ലേ കണ്ണൂർ ലോബി ഇറങ്ങി കുഞ്ഞു കുപ്പിയാണ്. അല്ല അത്ര ഹെവി ആയിട്ട് വരികയല്ലോ. ഏതാ ചേച്ചി കൊണ്ടുപോകുന്ന പറഞ്ഞത്? ചേച്ചി കാണിച്ച് ഏതാ കൊണ്ടുപോകുന്നത് കാണിച്ച്. അതെ 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 അതെ. ഏതാ കൊണ്ടുപോകുന്നേ കപ്പണ്ടി. കാണിച്ച് ഏതാ കൊണ്ടുപോകുന്നത്? ഇത് അതാരും സീമി. സിമി സിമി അല്ല സിമി എന്നാ പറഞ്ഞേ? നീ തൊലി വിളിക്കണ്ട, എനിക്ക് നിന്റെ തൊലി വെളുപ്പ് കാണുമ്പോഴേക്ക് മനസ്സിലായി. ഒരു കുപ്പിയെ കിട്ടിയാലായിരുന്നല്ലോ. ചേച്ചി അതാരും തന്നെ ചേച്ചി അനക്സ് സിമി എന്ന് പറയരുത്. സിമി പിന്നെ എന്താ തന്നാ സിമി? കട്ട അടച്ചിരുന്നു. അത് സിമി തന്നല്ല. പിന്നെ ഏതാ സിമി തന്നത്? പിന്നെ ഏതാ സിമി തന്നത്? ശരി അതെ ഉണങ്ങിട്ട്. അയ്യോ ചേച്ചി ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടോ? ആ മുഴുവൻ തിന്നണം കേട്ടോ, ആർക്കും കൊടുക്കാതെ. തന്റെ തിന്നോളാം മുഴുവൻ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് പേർക്ക് കൊടുക്കും. ആ എല്ലാവർക്കും കൊടുക്കും. അത്രയും പേരില്ലേ, ആ അതുകൊണ്ട് കുറച്ച് പേർക്ക്. എന്നിട്ട് ആർക്കും ഞാൻ കൈ ചുറ്റി പിടിച്ചിട്ടുണ്ട് അണ്ണാക്കിൽ ഇട്ട് കൊടുക്കുമോ? ഏറ്റവും വിട്ട അടുത്ത് കൂടെ ഉള്ളതിന് എങ്ങനെയാ കൊടുക്കുന്നത്? വാ എൻ്റെ രൂപ സൂത്രം പറയാം. അങ്ങനെയല്ലേ ചേച്ചി കൊടുക്കും. എങ്ങനെ കൊടുക്കും? കൈ കൂടെ കൊടുക്കുമോ? ചുമ്മാ ഒരു കുഞ്ഞു കുഞ്ഞു കൂടില്ലേ ആ അങ്ങനെ അങ്ങ് പിരിക്കാൻ പോയാൽ ഒരു ദിവസം കൊണ്ട് അത് തീരും. പതുക്കെ നിന്ന് തീർക്കണം. റോസമ്മയുടെ അത് അങ്ങനെ. ഓ ഇതാര് പോക്കറ്റ് കൈയിട്ട് ദൈവമേ എന്നാ രസാ, എന്നാ സുന്ദരിയാ നോക്കിയേ, നല്ല രസമുണ്ട്. കുറെ വെള്ളം വെക്കുമെന്നാ പറഞ്ഞേ. ഞങ്ങൾ ഇനി എങ്ങോട്ട് പോവാ ചേച്ചി? എങ്ങോട്ട് പോവാ? ദുബായിക്ക് ഹോട്ടൽ ആ എങ്ങനെ എന്തിനാ പോകുന്നത്? ചാലെടുത്തോ. ദോശയൊക്കെ ഉഴുന്നോരി എടുക്കാം. ഉഴുന്നോട വേണ്ട, ഒരെണ്ണം എടുത്തവർക്ക് നമുക്ക് ഷെയർ ചെയ്യാം. ചമ്മന്തി ഉണ്ടോ? നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചമ്മന്തി, തൈര്, മുളകറി. നേരത്തേക്ക് ഇങ്ങനെ കുറച്ചു നേരത്തെ ഇതാല്ല പ്രേതം തിരിച്ചോട്ടേക്ക് ഫോട്ടോ എടുക്കാനാ മകളെ. എന്റെ മകൻ കുഞ്ഞായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ മുഖം അല്ലെങ്കിൽ കുഞ്ഞായിട്ടാണോ? അത് ഞാനിങ്ങനെ പിടിച്ചിട്ടാണ് എന്റെ മുഖം വലുതായിരിക്കുന്നത്. പറയും മേര കെട്ടിക്കൊണ്ട് വിളിക്കരുന്ന് പറയണമെന്ന്. ഉണ്ടോ? ഹോട്ട് ഫ്ലഷ്. ഇതാരാണ് ഈ സുന്ദരി? നന്ദന എബ്രഹാം और ममिता वंदना एब्रहाम. एब्रहाम. अरे ममिता एब्रहाम. सिताര. സിത്താരയുടെ മകൾ അല്ല ഇതാരാ? ഞാൻ ഓരോരുത്തരെ സൂം ചെയ്യുക. രേവതി. മകളുടെ കണ്ണീരൊപ്പുന്ന അമ്മ, അമ്മയുടെ കണ്ണീരൊപ്പുന്ന പറഞ്ഞു പറയിപ്പിച്ചത്. മീറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ എന്നറിയോ പോലീസിനെ തൊപ്പി എടുത്ത് വെച്ച് ഷർട്ട് വിട്ടു. താഴെ പാവാടയാണ്, നൈറ്റിയുടെ മുകളിൽ ഷർട്ട് ഇട്ടിട്ട് ഞാൻ പേരൻസിനും SP കുറെ പേരുണ്ട്, പോലീസുകാരെല്ലാം ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ അവരെ കാണിക്കാൻ മാത്രം തൊപ്പി കാണുന്നത് മാത്രം തൊപ്പി വെച്ച് എന്നിട്ട് എല്ലാവരും ഞാൻ വിറ്റെന്ന് വെച്ചാൽ പാവാടയുടെ മുകളിലാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ 2 മണിയായില്ലേ? എന്നാ തീരുമാനിച്ചേ? ഒരു മിനിറ്റ്.
അങ്ങേയറ്റത്തെ സാഹിത്യമോ ലിറ്ററേച്ചറോ ഒന്നും വേണ്ട. നമ്മളിങ്ങനെ കിടക്കുന്നു, എന്നിട്ട് കണ്ട് അടയ്ക്കത്ത് ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്, എന്നിട്ട് തന്നെ അങ്ങ് ചിരിക്കും, ഇച്ചിരി സ്മൈലിങ്. ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഇത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോകും. നമ്മുടെ ഫേസ് ചുരുങ്ങാതിരിക്കാൻ വേണ്ടി ഫേസിന്റെ ആരോഗ്യം. അപ്പൊ എല്ലാ മസിലും കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ചിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മസിലെല്ലാം കൺട്രാക്ട് ചെയ്യുന്നത്. എന്നിട്ട് വേണേൽ കണ്ണാടി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. എന്നിട്ട് ഇങ്ങനെ ബലൂൺ ഉറപ്പിക്കുന്ന പോലെ അതിലെ അടുപ്പിന്റെ അവിടെ ഊതിയല്ലേ പണ്ട് കാലത്ത്, അങ്ങനെ ഊതണം. ഒരു 10 പ്രാവശ്യം ഊതണം. അങ്ങനെ ഊതുമ്പോൾ ഇങ്ങനെ ഈ കണ്ണിന്റെ ഇവിടെ ചുളി വരികയല്ലേ, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളല്ലേ, ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങനെ സാഗിങ് ഒക്കെ വരും. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി. അപ്പൊ ചേച്ചി പണ്ട് ചെയ്തില്ലായിരുന്നു? ഇല്ല, ഇപ്പോഴല്ലേ ബോധം വരുന്നത്. പണ്ട് ചെയ്യണായിരുന്നു. അല്ല, എനിക്ക് പ്രശ്നമില്ലല്ലോ, എനിക്ക് ഇത്രയും പ്രായമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ചിരിക്കുമ്പോൾ ഒരുപാട് ഹാപ്പി ഹോർമോൺസ്, പീസ്ഫുൾ ഹോർമോൺസ് അങ്ങനെയൊക്കെ വരും. ഇപ്പൊ സ്ട്രെച്ച് ചെയ്യുമ്പോൾ റിലാക്സേഷൻ ഹോർമോൺസ് വരും. ഈ മസിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ഹോർമോൺസിനെല്ലാം കൂടെ നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം പോലെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു. നമ്മുടെ മനസ്സിനകത്ത്. ഈ മനസ്സ് പൊട്ടയാണേ. ഇപ്പൊ നമ്മൾ വെറുതെ ജെനുവിനായിട്ട് ചിരിക്കുമ്പോൾ മാത്രമേ ഇത് കിട്ടുള്ളൂന്നില്ല. ഈ മനസ്സിനറിയത്തില്ല ഈ ഫേക്ക് ലാഫ്റ്റർ ഈസ് ഈക്വൽ ടു ജെനുവിൻ ലാഫ്റ്റർ. അപ്പം ഈ ചിരിക്കുമ്പോഴത്തേനും ഫേസിന്റെ മസിലെല്ലാം അങ്ങോട്ട് സ്ട്രെച്ച് ആകും. അന്നേരം ഭയങ്കരമായിട്ട് ഹോർമോൺസ് വന്നുകൊണ്ടിരിക്കുക. ഫീൽ ഗുഡ് ഹോർമോൺസ്, ഹെൽത്തി ഹോർമോൺസ്, റിലാക്സേഷൻ ഹോർമോൺസ്, ഗ്രേസ്ഫുൾ, പീസ്ഫുൾ എല്ലാ ഹോർമോൺസും വന്ന് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് അങ്ങനെ കിടക്കുക. ശവാസനം കേട്ടിട്ടുണ്ടോ? അന്നേരം വേണേ ചിരിക്കാം. ഉറക്കെ ചിരിക്കണ്ട, ഇങ്ങനെ ചിരിച്ചോളൂ. തന്നെയല്ലേ റൂമിൽ ഞാനൊക്കെ. അപ്പൊ എന്താ കാണിച്ചെന്നാലും പൊട്ടന്മാരാണെന്നാലും എന്നാണെന്നാലും കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഇത് അങ്ങനെ കിടക്കുവാണേ. I am breathing in and breathing out. Concentrate on your breathing. നമ്മൾ ആ അമ്പലിക്കസിന്റെ അവിടെ 2 കൈ വെക്കുവാണെങ്കിൽ മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. അങ്ങനെ റിലാക്സ്ഡ്. ഐ ആം റിലാക്സ്ഡ്. ഐ ആം ലൈങ് കംഫർട്ടബിളി ഓൺ മൈ ബെഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ പള്ളിയിലാന്ന് ഓർത്തു, ചർച്ച്, ഞങ്ങളുടെയൊക്കെ ചാപ്പൽ. ആ ചാപ്പൽ കുർബാനയ്ക്ക് വരുവാണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ വന്ന് ആ കുർബാനയ്ക്കകത്ത് അവിടുത്തെ മനുഷ്യർ, അവിടെയുള്ളവരെല്ലാം സിസ്റ്റേഴ്സോ സ്റ്റുഡൻസോ ആരൊക്കെ അവിടെ ഉണ്ടല്ലോ അവരെല്ലാം വി ആർ ഇൻ ദ ഹെവൻലി ജെറൂസലേം. അപ്പം അതിനകത്തുള്ളവരെല്ലാം അവിടെ വന്ന് ഈശോയെ പ്രതീക്ഷിച്ചിരിക്കുവാണ്. അപ്പം ഈ വരുന്ന അച്ഛൻ എന്നാ അച്ഛനാണെന്നാലും കുഴപ്പമില്ല, ഹീസ് റെപ്രസെൻറ്റിങ് ജീസസ്. അല്ലാണ്ട് വെറുതെ ഒരച്ഛനെ ആ അച്ഛൻ അങ്ങനത്തെ ഇങ്ങനത്തെ നോ ഡോണ്ട് ചെക്ക് ദാറ്റ് ടൈം ഹി ഈസ് റെപ്രസെൻറ്റിങ് ജീസസ്. അന്നേരം മുതൽ നമ്മൾ ഇവരെല്ലാവരും കൂടെ നമ്മൾ പാട്ട് പാടി എൻട്രൻസ് സ്കീം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലാറ്റിൻ്റെ അകത്ത് ഒരുപാടൊന്നുമില്ല, മലയാളം സുറിയാനിയാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. എന്നിട്ട് പിന്നെ അത് ഓരോന്നും പറയുമ്പോൾ നമ്മളതിൻ്റെ ഇതിൻ്റെ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് പീസ് ബി വിത്ത് യു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അങ്ങ് ഒപ്പിയെടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ റീഡിംഗ് ഒക്കെ അറിയാമല്ലോ. റീഡിങ്ങിൻ്റെതും ആ പിന്നെ ഗോസ്പലും എപ്പിസലും എല്ലാം കഴിഞ്ഞിട്ട് ഓഫർട്ടിയുടെ നേരത്ത് ഈ ബ്രെഡ് ആൻഡ് വൈൻ വി ആർ ഓഫറിങ്. അന്നേരത്തേക്ക് നമ്മൾ പച്ചയോടെ നമ്മളെ അങ്ങോട്ട് ഓഫർ ചെയ്യുക. ആ ബ്രെഡ് ഈസ് ഗോയിങ് ടു ബിക്കം ബോഡി ഓഫ് ജീസസ്, വൈൻ ഈസ് ഗോയിങ് ടു ബിക്കം ബ്ലഡ് ഓഫ് ജീസസ്. അപ്പം നമ്മൾ പച്ചയായിട്ട് നമ്മൾ എന്നെ നടന്നാൽ നമുക്ക് കുശുമ്പുണ്ട്, കുഞ്ഞായ്മയുണ്ട്, ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, അതെല്ലാം കൂടി അതിനകത്തോട്ട് അങ്ങ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ കോൺസെൻട്രേഷൻ്റെ നേരമാകുമ്പോൾ ബിജുകുമാറിനെ, മണിയെ, ബിന്ദുവിനെ, ബീനയെ, ചാച്ചനെ, അമ്മ എല്ലാവരെയും കൂടി ഞാൻ അങ്ങോട്ട് വെക്കും. പച്ചയ്ക്ക് അങ്ങോട്ട് വെക്കും, എന്നാണ് നേരം വേണ്ടിയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ 2 ഓഫറിങ് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് അവസാനം അത് കോൺസെൻട്രേഷൻ്റെ നേരത്തെ അത് ബോഡി ആൻഡ് ബ്ലഡ്. അതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം. ജീസസ് ഈസ് റിയലി കമ്മിങ് ദെയർ. അല്ലാണ്ട് നമ്മൾ വിശ്വസിക്കുന്നതല്ല, അതുണ്ട്. അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് കമ്മ്യൂണിൻ്റെ നേരത്താണെന്നാലും ദാറ്റ് ഈസ് ദ
എന്നതാ മോസ്റ്റ് പ്രഷ്യസ് മൊമെൻ്റ് ഓഫ് അവർ ലൈഫ് ഈസ് ദാറ്റ്. എന്നിട്ട് എനിക്ക് അന്നേരം ഈ പാട്ട് പാടുന്നൊന്നും ഇഷ്ടമില്ല. എനിക്ക് അങ്ങനത്തെ സ്വന്തം ഈശോയുടെ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇതുകൊണ്ട് പറയാമെന്ന് പറയും, എന്നാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. യു ഇമാജിൻ, എൻ്റെ ഇമാജിനേഷൻ ഓഫ് ജീസസ് ഈസ് ഒന്നെങ്കിൽ ആ വിക്ടോറിയസ് ട്രയംഫൻറ്റ് ജീസസ്, ഇങ്ങനെ ഒരു കൊടിയും പിടിച്ച് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ജീസസ്, അല്ലെങ്കിൽ ഈ നല്ലൊരു സ്മൈലിങ് ലാഫിങ് ജീസസ് എന്ന് പറയും. ആ ജീസസ് ഇങ്ങനെ ഒരു നല്ലൊരു വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് റോബ്, പിന്നെ ആ റെഡ് ഷോള്, ഇവിടെ വരെയും താടി, ഹെയർ ഇങ്ങനെ ഷോൾഡർ വരെ ഇങ്ങനെ ഹെയർ, ആൻഡ് മുഖം ഈസ് സോ ഡാസ്ലിങ്, റേഡിയൻറ്റ്, ലൂമിനസ് ആൻഡ് ലുക്കിംഗ് അറ്റ് യു. ആ ജീസസിനെ എനിക്ക് വലിയ ഇഷ്ടം. ആ ജീസസിനെ നോക്കിക്കൊണ്ടിരുന്ന് എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ആ ഈശോയിൽ നമ്മളും കൂടെ വർത്തമാനം പറയുമോ, അല്ലെങ്കിൽ ചുമ്മാ നോക്കിയിരിക്കുമോ, അല്ലെങ്കിൽ എനിക്കത് തരണം ഇത് തരണം, എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. അപ്പം ലോർഡ് ജീസസ്, all glory, honor, praise, adoration, thanksgiving, power, majesty, authority be every moment thine. എല്ലാം നമ്മൾ അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ ദാറ്റ് ഈസ് റിയലി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയത്തില്ല. അപ്പം അത്രയും പീസാണ്, അത്രയും ഗ്രേസാണ്, അത്രയും ഹാപ്പിയാണ്, അത്രയും കണ്ടൻറ്റഡാണ് നമ്മൾ ആ സമയത്ത് ഈ ജീസസിനെ നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വേറൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ 4 മണിക്ക് എഴുന്നേക്കല്ലേ, എഴുന്നേറ്റിട്ട് ഇങ്ങനെ 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 വെച്ചിട്ട് എഴുന്നേറ്റിട്ട് അന്നേരം ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലേ, താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്നിട്ട് കുറേ ചിരിക്കുമോ വർത്താനം പറയുമോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ജീസസ് ഓൾ ദിസ് ദൈവപിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, പാവനാത്മാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ത്രിത്വൈക ദൈവമേ, ഓൾ ഗ്ലോറി, ഓണർ, പ്രൈസ്, അഡോറേഷൻ, താങ്ക്സ് ഗിവിങ്, പവർ, മാജസ്റ്റി, അതോറിറ്റി ബി എവറി മോമെൻ്റ് ദൈൻ. പിന്നെ ഞാൻ അങ്ങനെ കുറേ നേരമൊക്കെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് 1-2 കുർബാന കാണും അവിടെ തന്നെ ഇരുന്ന് ഈ മൊബൈലിൻ്റെ അത്. അത് കഴിഞ്ഞ് ഞാനൊരു 5:30 ആകുമ്പോൾ പള്ളിയിൽ പോയിട്ട് അവിടെ കുറച്ച് പ്രാർത്ഥന, ഒരു 6 മണിയാകുമ്പോഴാണ് കുർബാന. അങ്ങനെ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ മണിക്കൊക്കെ അതിനുള്ള സമയമായില്ല. എനിക്കിപ്പോൾ ഐ ആം റിട്ടയർഡ്, ഐ ആം ബോണസ് ലൈഫ് പോകുന്നുണ്ട്. ബോണസ് ലൈഫാണ് ഇപ്പോൾ എനിക്കുള്ളത്. അവർ സ്പാൻ ഈസ് 70 years or 80 for those who are strong, and most of these are emptiness and pain. അങ്ങനെയല്ല എനിക്ക്. ആൻഡ് all this will go within no time. എന്നതാ ഈ പിന്നെ അങ്ങനെ നമ്മൾ വായിച്ച് അറിയാലേ അങ്ങനെ. അപ്പോൾ ഒരുപാട് അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രാർത്ഥന, പിന്നെ ഈശോയെ മാതാവ് യേശുവേ പുണ്യാഴ്ച തിരുക്കുടുംബമേ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സ്ട്രെച്ചിങ്ങോ ഇങ്ങനെയോ ഒക്കെ. ഐ ഡോണ്ട് മേക്ക് മൈ മൈൻഡ് എ ഡസ്റ്റ്ബിൻ വേർ ഓൾ റബിഷ് ഈസ് ഗോയിങ് ഇൻ. അങ്ങനെ റിലാക്സ്ഡായിട്ട് പീസ്ഫുള്ളായിട്ട് ഞാൻ കുറേ നേരം ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു 2-3 മണിക്കൂറൊക്കെ പോവുള്ളൂ, അല്ലെങ്കിൽ കൂടി വന്നാൽ 3-4 മണിക്കൂർ. പിന്നെ ഞങ്ങൾക്ക് രാവിലെ പ്രാർത്ഥന ഇതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടുണ്ട്, പിന്നെ രാത്രിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അന്നേരം ഉറങ്ങിക്കോളൂ. ഓപ്പറേഷൻ ചെയ്യത്തില്ലേ? ഇപ്പൊ ഞാൻ ഓപ്പറേഷൻ നിർത്തിയില്ലേ? അയ്യോ അത് മുത്തുവേണ്ട കൊച്ചിനെ ആരെടുക്കും? അല്ല, ഓപ്പറേഷൻ നിർത്തി കഴിഞ്ഞ എനിക്ക് ചെയ്യാം, പക്ഷെ എൻ്റെ പിള്ളേരെല്ലാം പറയുന്നത് ചെയ്യണ്ടെന്നാ. എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ്സ്. അവര് ആ കുശുമ്പൊന്നുമല്ല, ദാറ്റ് ഈസ് ഗുഡ്. ഒരു 74 വയസ്സായെന്നാൽ പിന്നെ നമ്മൾ എനിക്ക് 34 വയസ്സായപ്പോൾ ചെയ്തപോലെ ചെയ്യാം, പക്ഷെ അതെനിക്കൊരു ഇതില്ല. എന്തിനാ? അയ്യോ ചേച്ചി വേണ്ട. കൺസൾട്ടേഷന് പോകും. ഇപ്പൊ കൂടുതൽ സമയം അവരോട് വർത്താനം പറയും, പിന്നെ അങ്ങനെയൊക്കെ. ഓപ്പറേഷൻ ചെയ്യണ്ടേ? വേണ്ട, അത് പണ്ടല്ലായിരുന്നോ. ഇപ്പൊ എനിക്ക് അന്നേരമൊക്കെ വീട്ടിലൊരു 2-3 ദിവസം ഒരാഴ്ച ഒന്ന് നിൽക്കുവാണെങ്കിൽ എനിക്ക് കൈ ചൊറിയുമായിരുന്നേ, ഒന്നും ചെയ്തില്ല. അങ്ങനെയില്ല, ഇപ്പൊ അങ്ങനെയില്ല. അപ്പൊ എത്ര നാളായി നിർത്തിയിട്ട്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 9-10 മാസം. എനിക്ക് വേണ്ട, മതി.
എന്നാന്ന് ചോദിച്ചാൽ ഒരു ഹിസ്റ്റക്ടമിയൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്തിനാണ് ഈ ടെൻഷൻ കയറി വരുന്നത്? സ്വരം നല്ലപ്പം പാട്ട് നിർത്തുക. എൻ്റെ പിള്ളേർ എന്നെ ഒത്തിരി അഡ്വൈസ് ചെയ്തു. ഞാൻ മാത്രമാണ് അതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, വേറെ ആരും ചെയ്യുന്നില്ല. അവരൊക്കെ ചിലരൊക്കെ എന്നെക്കാട്ടിലും കുഞ്ഞുങ്ങളാണ്. എന്നിട്ട് അവർ പറഞ്ഞു അവരെങ്ങനെ കണ്ടുപിടിച്ചെന്ന് കഴിഞ്ഞോ, ഞാൻ ഇത് കൂട്ട് വരുമ്പം ഞാൻ അതിനകത്ത് ഇല്ലെങ്കിൽ ഒരു റിപ്പീറ്റ്സും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ വേണ്ട, നിർത്ത്, അത് നല്ലതാണ്, അതെനിക്കിഷ്ടമാണ്. എനിക്കിപ്പോൾ ചെയ്യണമെന്നില്ലല്ലോ. നമ്മുടെ മൈൻഡും ക്രോണോളജിക്കൽ ഏജ് സൊല്ലിയ നമ്പർ. അപ്പം ഞാൻ എപ്പോഴാണ് കേക്ക് ഉണ്ടാക്കുന്ന നിർത്തണ്ടേ? അത് അങ്ങ് വരെ ഉണ്ടാക്കാം, അത് ടെൻഷൻ ഇല്ലല്ലോ. അത് ഞാൻ ഐ ആം ഡീലിംഗ് വിത്ത് ലൈഫിനോ. ആ ചേച്ചിയുടെ കണ്ണിനൊന്നും ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? ഒന്നുമില്ല. മൂക്കിന് കുഴപ്പമില്ലല്ലോ? പിന്നെ എന്താ നിർത്തുന്ന? നിർത്തി അയ്യോ മതി, എനിക്ക് മതി. പിന്നെ അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനും എക്സർസൈസ് ചെയ്യാനും ബ്യൂട്ടി ഓഫ് നേച്ചർ കാണാനും പള്ളി നമുക്ക് ടൂറിന് പോകാം, എവിടെയെങ്കിലും പ്രാർത്ഥിക്കാനും. നമുക്ക് ടൂറിന് പോവാം. മൂന്നാറില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. കൊടൈക്കനാലാ? കൂട്ടിയിട്ട് കൊടൈക്കനാലാ? പോ. ചേച്ചി ഫ്രീ അല്ലേ? ഇപ്പോൾ എപ്പോൾ വിളിച്ചാലും വരുമോ? ഞാൻ എപ്പോൾ വിളിച്ചാലും വരുമോ? അടിപൊളി, അടിച്ചു പൊളിക്കണേ. ഞാൻ ദുബായിക്ക് വരുമോ? ഓ ദുബായിക്ക് ഇനി വേണ്ട, മതി. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞാൽ വരുമോ? ഓ എന്തിനാ? പുതിയ വീട് പണിത് ഉണ്ടാക്കി കൊടുത്തില്ലേ? അതല്ല, ദുബായിൽ ഒരു വീട് പണിയുന്നുണ്ട്. അതിനത് ചുമ്മാ താമസിക്കണ്ടേ? അങ്ങനെയൊക്കെ പോകാം. കുഞ്ഞേ ബീനായി ബിന്ദു വരുമ്പോ. ഓ ഇല്ല, ബിജുകുമാറിനെ കൂട്ടിക്കൊണ്ട് വന്നാലേ ചേച്ചി? ബിജുകുമാറിനും ബീനായി തുസ്യാമിക്ക് ടിക്കറ്റ് എടുക്കാം. ബിജുകുമാറിനും തുസ്യാമിക്ക് ടിക്കറ്റ് എടുക്കാം. വരുന്നോ? വേണ്ട, ബിജുകുമാറിനെ കൊണ്ടുപോകും. ഞാനില്ല, എനിക്ക് പ്രയാസം ഇനിയിപ്പം ഈ ഇതിലേക്ക് നടക്കാനായിട്ട്. പിന്നെ മതി. പയറ് പോലെ നടക്കുന്ന കന്യാസ്ത്രീക്ക് ഇവിടെ ആദ്യം സ്കിന്നിങ്ങനെ ഇത് ചെയ്യുക. അന്നേരം ബ്ലഡൊക്കെ വരുന്നതിന് പിടിച്ച് സ്റ്റോപ്പ് ചെയ്യുക, ക്ലാമ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇച്ചിരി വെക്കുമ്പോൾ വേറൊരു രക്തശീത്ത് വരും. അതിനെ ഒരു ഇച്ചിരി വെച്ച് വെച്ചിട്ട് പിന്നെ അവിടെ ഇവിടെയും പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടുവരും, ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ കത്രിക കൊണ്ട് അത് കഴിയുമ്പോൾ പിന്നെ ഒരു മസിൽ വരുന്നു. ആ മസിലിനെ ഒരു ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോൾ ഒരു പെരിച്ചോണിയം വരുന്നു. അതിനെ പതുക്കെ എടുത്തില്ലെങ്കിൽ വേറെ വല്ലത്തൊക്കെ പോയി പിടിക്കും. അതിൻ്റെ ബവല് കാണും, അത് കാണും, ബ്ലാഡർ കാണും. അതിനെ ഇവിടെ അവിടെയും പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വെക്കുക. ഓ എന്തൊരു ദൈവത്തിൻ്റെ കൃപയായില്ലേ! ഒരു ഓപ്പറേഷനും മോശമായിട്ട് പോകാണ്ട്, അത് ദൈവത്തിൻ്റെ കൃപയാണ്. എവിടെയായാലും പോയി എന്നതിനായാലും വിട്ടാൽ മതി. ഐ യൂസ് ടു ബി ആൻ ഇൻസ്ട്രുമെന്റ്. എന്നിട്ട് അതിനെ ഇങ്ങനെ വെച്ചിട്ട് അത് കഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഓൺ ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എത്ര പേര് എൻ്റെ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞ് വെച്ചിട്ട് അന്നേരം യൂട്രസ് കാണും. അപ്പോൾ യൂട്രസിൻ്റെ അവിടെ ഇങ്ങനെ ഒരെണ്ണം വെക്കും. എന്നിട്ട് കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ആ കൊച്ചിന് തല ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും. കാല വരുന്നെങ്കിൽ ഒരു കാലം പിടിക്കും. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് മറ്റേ കാലം വരും. എന്നിട്ട് ആ കൊച്ചിക്ക് ഹായ് വെൽക്കം എന്ന് ഞാൻ പറയും. എന്നിട്ട് അതിന്റെ മോന്തെല്ലാം നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ? എന്റെ മോന്തെല്ലാം ഉത്തരായിരിക്കത്തില്ലേ? ചോരയെ കാണുമോ? ചോരയൊന്നും കാണില്ല. മഴ വരാതിരിക്കത്തില്ലേ? നമ്മള് ബ്ലൗസിട്ടുണ്ടല്ലേ. എന്നിട്ട് പ്ലുക്കും താടി പോകും. താടി പോകത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈയിടെ ഞാൻ അവിടെ കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുമ്പം 2
25-30 വയസ്സൊക്കെ കാണും. 2 പേര് അവിടെ ഇരിക്കുന്നുണ്ട്, 25-30 ഇടയ്ക്ക്. അപ്പൊ അവർ എന്നെ കാണാനിരിക്കുന്നതാ, ഒരു പേഷ്യൻസ് അല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ മാരി എന്നോട് പറഞ്ഞു അവിടെ ആരാണ്ട് കാണാനിരിക്കുന്നത്. അപ്പൊ അവര് വന്നപ്പം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ ഒരു ട്രിപ്പിലെക്സിനെ എടുത്തത്, ഇപ്പൊ ഒരു കൊച്ചിനെ എടുത്തു, എന്നിട്ട് അതിനോട് വെൽക്കം പറഞ്ഞു വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആ മെമ്പറൈൻ ഇങ്ങനെ ബൾജായിട്ട് വരും, സിലിണ്ടർ പോലെ ഇങ്ങോട്ട് വരും. അറിയാം. എന്നിട്ട് അതിനെ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ അത് ബൾജ് ചെയ്ത് ഇങ്ങനെ വരുന്നു, അതിനെ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. അതിനകത്തുനിന്ന് 2 എണ്ണം ജീവിച്ചുള്ളൂ, 3 എണ്ണത്തിനെ കിട്ടിയില്ല. പറ. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഈശോയെ നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതിയെന്നേ. അന്നേരത്തേന് വന്നിട്ട് എന്തൊരു ആശ്വാസം, എന്തൊരു സമാധാനം, എന്തൊരു ഗ്രേസ്, എന്തൊരു ബ്ലിസ്. അങ്ങനെ അങ്ങനെ ആകുമ്പോഴത്തേനും ഞാൻ അങ്ങേരോട് വലിയ എനിക്ക് അതുണ്ടാക്കി തന്നെ ഇതുണ്ടാക്കി തന്നെ എനിക്കൊന്നും വേണ്ട. ചേച്ചിക്ക് മക്കള് പഠിച്ച് ജോലി കിട്ടണമെന്നൊന്നും ചേച്ചിക്ക് പ്രാർത്ഥിക്കണ്ടല്ലോ. വേണ്ടല്ലോ, എനിക്കിപ്പോ അത് വേണം ഇത് വേണം. എനിക്ക് ഉള്ളി വൺ പ്രേയർ. ഞങ്ങളുടെ വീടിന്റെ അല്ല, ഞങ്ങളുടെ വീടിന്റെ കച്ചവടം നടക്കണേ, ഞങ്ങളുടെ പുതിയ സ്ഥലം മേടിക്കാൻ പറ്റണേ, പെണ്ണെ കെട്ടിക്കാൻ, പെണ്ണിന് നല്ല ജീവിതം വേണേ, അതൊന്നും ചേച്ചിക്ക് പ്രാർത്ഥിക്കണ്ടല്ലോ. പിന്നെന്താ? പിന്നെന്താ? അത് ഞാനതല്ലോ എന്തൊരു മണ്ടത്തരായി പോയി കെട്ടാൻ പോയെന്ന്. ഇനി എടുക്കുവോ മഠത്തില്? ഇനി മഠത്തിലെടുക്കുവോ? അയ്യോ, എനിക്കൊരു ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ രസമാണെന്നറിഞ്ഞോ. എനിക്ക് ആ മോർണിംഗ് 4 o'clock to 5:15 ചെയ്താല് 5:15 മുതൽ ഞാൻ 2 കുർബാന കാണും. അത് കഴിഞ്ഞാണ് 4 to 5:15 ചേച്ചി എന്തൊക്കെ ചെയ്യും പറ? 4 o'clock ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഈ നോക്കും, ഈശോയെ ലവ് യു കേട്ടോ, അങ്ങനെ പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കുറെ എക്സസൈസ് ചെയ്യും. ഞങ്ങൾ യേശുപ്പച്ചനെ കൂട്ടിക്കൊണ്ടോ? എന്നിട്ട് ഇങ്ങനെ നമ്മളങ്ങ് കിടന്ന് അങ്ങനെ ഓർക്കുമ്പോ ഉണ്ടല്ലോ, എനിക്ക് ഓഫ് കോഴ്സ് പിന്നെ പ്രേയർസ് ഇങ്ങനത്തെ പ്രേയർ വേണം നമുക്ക്. വോക്കൽ പ്രേയർ ആൻഡ് പേഴ്സണൽ പ്രേയർ. ഈ പേഴ്സണൽ പ്രേയർ ഈസ് ദ വൺ. ഞാൻ ഇവരോട് വഴക്കുണ്ടാക്കി ആ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞ് നിങ്ങൾ ഇച്ചിരി നേരം മിണ്ടായിരിക്കാൻ പറയും. ഞങ്ങൾ പ്രായമായവരെങ്കിലും ഒന്ന് സമാധാനത്തിൽ ഇത് മോസ്റ്റ് പ്രഷ്യസ് മൊമെന്റ് അല്ലേ ജീവിതത്തിലെ, ജീസസ് ഈസ് കമ്മിങ് ടു മീ. അന്നേരം അവിടെ കിടന്നുകൊണ്ട് ജീസസ് സേവിയർ കുറെ അങ്ങ് പാടും. അപ്പൊ ചിലപ്പോ അവരെ കൊണ്ട് പാടിപ്പിക്കുക. അല്ല, നേരത്തെ പറയുമോ 2-3 പിന്നെ വല്ലവരുടെയും ബർത്ത്ഡേ, ഫീസ്റ്റ് ഡേ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർ പാടും. അതുപോലെ തന്നെ ഓഫറിട്ടറിക്ക് ഓൾസോ വി ആർ നോട്ട് സപ്പോസ് ടു സിംഗ്. അതിങ്ങനെ അത് ഇങ്ങനെ പൊക്കുമ്പോഴത്തേന് നമുക്കങ്ങ് ഇതായിരുന്നു. അപ്പം പിന്നെ ആ കമ്പ്യൂണിയൻ കഴിഞ്ഞ് വെച്ചിട്ട് കണ്ണു കടച്ചുകൊണ്ടിരുന്ന് അതാണ് ബ്ലിസ്ഫുൾ മോമെന്റ്സ്, ഗ്രേസ് ഫിൽഡ് മോമെന്റ്സ്. സമാധാനം, പീസ്ഫുൾ ആയിട്ടിരിക്കും, ഒന്നും പറയണ്ട. അങ്ങനെ ആ ഈശോയെ മനസ്സിൽ കണ്ടോണ്ടിരുന്നാൽ മതി, അത്ര മതി. 4 മണിക്ക് ചേച്ചി എന്നാ ചെയ്യുന്ന പറഞ്ഞല്ലോ? 4 മണിക്ക് അതല്ലേ പറഞ്ഞത്. ഇതൊക്കെയാ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം മനസ്സിലിങ്ങനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയൊക്കെ അങ്ങ് മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നാ ബ്യൂട്ടിഫുൾ പ്രെയർ ഇറ്റ് ഈസ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുവാണെങ്കിൽ എന്തോരം നല്ലതാണ്. എത്രയും നേട മാതാവേ, അത് എന്ത് നല്ലതാ. Remember, O most Virgin Mary, that never was it known that anyone who fled to thy protection, implored your help and sought thy intercession was left unaided. Inspired with this confidence, I fly unto thee, O Virgin of Virgins, my mother. To thee I come, before thee I stand sinful and sorrowful. O Mother of the Word incarnate, despise not my petitions, but in your mercy hear and answer me. Amen. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്നാൽ കുർബാന ചെയ്താൽ കുറച്ചുമ്പോൾ എനിക്ക് ഭയങ്കര, ഇത്ര നാൾ ഞാൻ മിസ് ചെയ്തില്ലേ, അപ്പം എനിക്ക് ഭയങ്കര ആവേശമായിരിക്കും അതിൻ്റെ കുർബാന. അപ്പം നമ്മൾ വല്ല ടെൻഷനോ വല്ല ദേഷ്യമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെ അന്നേരത്തേനും കണ്ണടച്ചുകൊണ്ട് ജീസസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് നമ്മുടെ അടുത്ത്. ഞാൻ ആ ജീസസിനെ ഇങ്ങനെയാണ് കാണുന്നത്. ഇറ്റേണൽ, ഇമ്മോർട്ടൽ, ഇൻവിസിബിൾ, ഇൻഡിസ്ട്രക്റ്റിബിൾ,
radiant, luminous splendor of the colorless light of emptiness. എന്നിട്ട് ഈശോയെ കാണും. ട്രാൻസ്ഫിഗേർഡ് ജീസസ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഡാസ്ലിംഗ് വൈറ്റ് ക്ലോത്ത്സ്, ഫേസ് ഷൈനിങ് വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ്, ഇവിടം വരെ മുടി, ഇവിടെ ഒരു റെഡ് ഷോൾ, അങ്ങനെയുള്ള ഈശോയെ കാണും. പിന്നെ കുഞ്ഞു ഉണ്ണീശോയെ വരികയല്ലേ നമ്മൾ പുൽക്കൂട്ടിലുണ്ടാക്കുന്നത്, അന്നേരം ഞാൻ ആ കൊച്ചിനോട് വലിയ ഇഷ്ടമാണ്. കൊച്ചിനോട് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഈ ക്രൂസിഫിക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നൊന്നും ഇഷ്ടമില്ല. അത് ഫിനിഷ്ഡ്. അത് അതിൻ്റെ പുറകെ ഞാൻ അത്രയും വേ ഓഫ് ദ ക്രോസ് ചെല്ലും. പക്ഷേ എനിക്ക് അതിന് അന്നേരം ഏതാണ്ട് മനസ്സിനകത്ത് വലിയ സങ്കടം പോലെ തോന്നേ. എന്തിനായി സങ്കടപ്പെടുന്നേ ഇല്ലേ? എനിക്ക് റെസറക്റ്റഡ് ജീസസ്, ഉണ്ണി ഈശോ, അവരെയൊക്കെ ഇഷ്ടം. പിന്നെ എൻ്റെ കൊച്ചു ദേശീയ പുണ്യാവതി. നിങ്ങൾക്ക് ഇഷ്ടമില്ല പുണ്യാവതിമാരെയല്ലേ? അല്ല, ഇവർക്കുണ്ട്. പരിമല തിരുമേനിയൊക്കെ ഉണ്ട്. ഞാൻ തിരുമേനി സെയിന്റ് ആണോ ജീവിച്ചിരിക്കുന്നതാ? മരിച്ചതാ. സെയിന്റ് ആണെന്ന് ആര് പറഞ്ഞു? സെയിന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു, നമ്മുടെ കൊച്ചു തെരേസയെ പ്രഖ്യാപിച്ച പോലെ. പക്ഷെ എനിക്കുണ്ടല്ലോ, ഇപ്പം അവിടെ ഇവിടെ അല്ലാത്തതുകൊണ്ട് എനിക്ക് പരിമല തിരുമേനിയോടൊന്നും സ്നേഹമൊന്നുമില്ല. പരിമല തിരുമേനിയോടൊന്നും എനിക്ക് സ്നേഹമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ കത്തോലിക്കരുടെ ചാവറാച്ചനില്ലേ, ചാവറ കുര്യാക്കോസ് സച്ചൻ, ചേച്ചി കൊച്ചു തെരേസയെ പുണ്യാളത്തി വലിയ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോരുത്തർ അവരുടെ പുണ്യാളം നല്ലതെന്ന് പറയുന്നത്. ഇപ്പൊ ചിലര് മാന്നാനത്തുള്ളൊരു ചാവറാച്ചൻ എന്ന് പറഞ്ഞാൽ ചാകും. അതുപോലെ പരിമല തിരുമേനി, പരിമല തിരുമേനി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചാകും. അങ്ങനെ കുറെ പുണ്യാളന്മാരും പുണ്യാളത്തിലും എല്ലാ സഭയിലും ഉണ്ട്. പക്ഷെ മാതാവിനെ എനിക്കിഷ്ടം. മാതാവ് പണ്ട് എൻ്റെ മാതാവ് തന്നെയാണ്. എന്നിട്ട് എനിക്ക് പക്ഷെ ഞാൻ എന്നെ അവിടെ വിട്ടില്ലേ, പിന്നെ ബെത്ലഹേമിലും യെരുശലേമിലും ഒക്കെ, ഹോളി ലാൻഡില്. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ ഞാനൊരു നല്ല പോലെ ഒരു പ്രെയർ ചെല്ലിയേ. അത് ഞാൻ കാണാതെ ചെല്ലുന്നത്, അല്ലാതെ പ്രിപ്പയർ ചെയ്തൊന്നുമല്ല, ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമല്ല. പ്രോഫറ്റ്സ് ഫ്രം ഓഫ് ഓൾഡ് ഫോർട്ടോൾഡ് അബൌട്ട് ജീസസിൻ്റെ കമ്മിങ്. അത് കഴിഞ്ഞിട്ട് മാതാവിനെ അനൻസിയേഷൻ, അത് എവിടെയാണ്? നാസറത്തിൽ. അവിടെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മാതാവ് ഇങ്ങനെ ഒരു കൊച്ച്, ഒരു 15-16 വയസ്സുള്ള മാതാവിൻ്റെ അടുത്ത് വന്ന്, എന്നിട്ട് ആ മാതാവിനെ കാണുന്ന അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് മാതാവ് കൊണ്ട് ഓടുക എങ്ങോട്ടാ? എലിസബത്തിനെ കാണാനായിട്ട്. അതെല്ലാം ഞാൻ അങ്ങ് പറയുക, അതെല്ലാം ഓർത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇത് കൊണ്ട് അവിടെ പോയി ആ ഇളയപ്പയെ കുറേ പിന്നെ ഹെൽപ്പ് ചെയ്ത് അതെല്ലാം അങ്ങനെ വരും. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഉണ്ണീശോ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ണീശോ ആ മാതാവിൻ്റെ എന്നതാ എടുത്തിരിക്കുന്നതെന്ന് അതിൻ്റെ വാലയെ പിടിച്ചോണ്ട് വെള്ളം കോരാൻ പോകും. അവിടെ നമ്മളൊരു കിണർ കണ്ടില്ലായിരുന്നോ? അവിടെ മാതാവിൻ്റെ ആ എടുത്തിരിക്കുന്നത് എന്നാണെന്ന് അന്നേരം നമ്മൾ സാരിയുടെ വാലാണോ ഷോളിൻ്റെ വാലാണോ അതിനെ പിടിച്ചോണ്ട് പോകും. അവിടെ പോയി വെള്ളം കോരിയേച്ച് വരും. പിന്നെ യോസേപ്പ് പുണ്യാളച്ചൻ്റെ കൂടെ ഇരുന്നാണ്ട് കാർപ്പൻ്റർ വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു ഉണ്ണീശോ. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ചുടയൊക്കെ വലുതായി കഴിയുമ്പോൾ സെൻറ്റ് ജോസഫ് മരിക്കുമ്പം എന്നാന്നത് അന്നേരം ഈശോയും അതെല്ലാം ഒരു നല്ല മരണമായില്ലേ? സെൻറ്റ് ജോസഫ് എങ്ങനെയാണ് മരിച്ചേ? നാച്ചുറൽ ഡെത്ത് ആയിരിക്കും. നാച്ചുറലി മരിച്ചത്, അല്ലാണ്ട് മാർട്ടിയറൊന്നുമല്ല. അല്ല, അന്നേരം 33 വയസ്സിന് മുമ്പേ മരിച്ചോ? യേശപ്പച്ചൻ്റെ 33 വയസ്സിന് മുമ്പേ മരിച്ചോ? അതുകൊണ്ടല്ലേ നല്ല ഭാഗ്യമരണത്തിന് സെൻറ്റ് ജോസഫ് ഈസ് ദ പേട്രൺ. ഈശോയും മാതാവും കൂടെ കൂടിയിരിക്കുമ്പോഴല്ലേ മരിക്കുന്നേ. പിന്നെ ഞാൻ പറയും, ഞാനിപ്പം മരിച്ചങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു പേടിയില്ല. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് സെൻറ്റ് പീറ്ററിനോട് പറയും, പീറ്റർ ആ താക്കോലും കൊണ്ട് വരണം കേട്ടോ, എന്നിട്ട് എന്നെ കൊണ്ടുപോകണേ. എന്നിട്ട് ഈശോട് പറയും, ഞാൻ പോകുന്ന വഴി നമ്മൾ മരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊഞ്ചി കളിച്ച്, അതാണ് എനിക്ക് ഇഷ്ടമുള്ള പ്രെയർ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഈശോ തന്നെ ആ ഒലിവ് മല അവിടെ, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ, അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. പിന്നെ ജോർദാൻ നദിയിൽ പോയി ഇത് ചെയ്തത്. അന്നേരം ആരാണ് അവർ പറഞ്ഞില്ലേ, പിന്നെ എന്നാ ഈശോയോട് പോയി പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ അല്ല സെൻറ്റ് ജോണിനോട് ജോൺ ദ ബാപ്റ്റിസ്റ്റിനോട് പോയി പറഞ്ഞില്ലേ, എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നു. അന്നേരം അങ്ങനെ അതൊക്കെ എന്നാ അസൂയായിരുന്നു. അവരും അസൂയയില്ലായിരുന്നു. ഐ ആം നോട്ട് വർതി ടു അൺടൈ ദ ചെരുപ്പിന്റെ വാറ്, അൺടൈ ദ ചെരുപ്പിന്റെ വാറ്, ഷൂലേസ്.
അന്ന് എവിടെയാ ചെരുപ്പുണ്ടായിരുന്നത് കുന്തം? ആ ചെരുപ്പൊക്കെ കാണും. അവർ നടക്കാൻ പോകുമ്പോൾ അവർ തോലിന്റെ ചെരുപ്പ് ഇങ്ങനെ വലിച്ചു കെട്ടും. ആ ഉണ്ടായിരുന്നു. ആ ഒരു വെറും പലക വെച്ച സാധനം, എന്നിട്ട് അതിങ്ങനെ റാപ്പ് ചെയ്യും. അതാ വാറായിക്കെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ അറിയാം. പിന്നെ ആ കാനായിലെ കല്യാണത്തിന്റെ അവിടെ പോയി എന്നാ ക്യൂട്ടായിരുന്നു ഈശോ ഇല്ലേ? മാതാവ് പറഞ്ഞപ്പോഴത്തേനും അതെല്ലാം അത്. പിന്നെ അതുപോലെ ബന്ധുക്കോസുകാർ പറഞ്ഞറിയാവോ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചില്ലെന്ന്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞ കേട്ടൊന്നും അല്ല അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ബന്ധുക്കോസുകാർ പറഞ്ഞു. പിന്നെ ചാക്ബ എന്ന് പറഞ്ഞടുത്ത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തില്ലേ? ഞങ്ങൾ പോയപ്പം ആ ഏജന്റ് എന്നോട് പറഞ്ഞു അവിടെ പ്രാർത്ഥിക്കണമായിരുന്നു. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചു. ഇത് അപ്പം കൊണ്ട് 5000 പേർക്ക്. പിന്നെ കാനായിൽ പോയപ്പം ഈ കപ്പിൾ ഭാര്യയുടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, അല്ല മലയാളികളല്ലാത്തവരുണ്ടായിരുന്നു? എല്ലാം മലയാളീസായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത്? അറിയത്തില്ല അല്ലേ? എത്ര ഇന്ത്യയുടെ മാതാവൊന്നും എനിക്കറിയത്തില്ല. വിശ്വാസ പ്രമാണം എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിലേ അറിയത്തുള്ളൂ. കർത്താവ് ചുമ്മാ അല്ല ചാക്കോച്ചൻ ഇങ്ങനെയായത്. അവന് മലയാളത്തിൽ ഒരു പ്രയോഗം മർത്തുമറിയമ്മായോട് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ. ഉള്ളി അവരുടെ ഫാദർ ഹെയിൽ മേരി, പിന്നെ എന്തൊക്കെയാ പ്രാർത്ഥനയുള്ളതെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഇംഗ്ലീഷല്ലേ. വിശ്വാസ പ്രമാണം അളവില്ലാത്തത്. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ എന്തൊരു ടോർച്ചറിങ് ആണെന്നറിയാമോ? മലയാളം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചാണെങ്കിൽ ഒരൊറ്റ വാക്ക് അവൻ്റെ വായി കൊള്ളത്തില്ല. എന്നിട്ട് പ്രെയർ പഠിക്കണം. എന്നിട്ട് ചെറുക്കന് ഇപ്പോൾ സൺഡേ സ്കൂളിൽ പോകാൻ പോലും ഇഷ്ടമില്ല. അത് നിങ്ങളൊക്കെയല്ലേ അവിടുത്തെ ടീച്ചേഴ്സ്? ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും മാറത്തില്ല. ഇംഗ്ലീഷ് അച്ഛന്മാരോ കുറേ വലിയ സാറുമാരുണ്ട്. അവർ പറയുന്നത് സഭയുടെ പാരമ്പര്യം നിലനിർത്തണം കുഞ്ഞുങ്ങൾ. സഭയുടെ പാരമ്പര്യം മലയാളത്തിൽ ഉള്ള കുർബാനയാണ്. ആ കുർബാന നിലനിൽക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ കുർബാനയ്ക്ക് മോനിച്ചിന് അത്രയൊന്നും വരത്തില്ല. 1.5-2.5 മണിക്കൂറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചാക്കോച്ചനൊന്നും ഇഷ്ടമില്ല വരാൻ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കേ, ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കേ. 5 മിനിറ്റ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അതാരം വേണമെങ്കിൽ ദൈവപിതാവേ ഈശോയെ യേശുവേ നാഥ അത് നിങ്ങൾക്കില്ലേ? വേണേ പാടാം, അതെല്ലാവർക്കും ഉള്ള പാട്ടാണ്. അതല്ലേ അങ്ങനെ. എന്നിട്ട് പിന്നെ അങ്ങനെ 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 ഒലിമല പോയിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇല്ലേ? ഒലിമല അതപ്പോൾ നമ്മളത് കണ്ടു. പിന്നെ ഗലീലിയായി കൂടെ പോയതും ആ വെള്ളത്തിൽ കൂടെ നടന്നു പോയതും അതൊക്കെ സ്ഥലങ്ങളല്ലേ? സ്ഥലങ്ങളാ. What's your name? Naira. Naira baby. What are you doing now? What are you doing now? I'm playing. You're playing? Oh, you're such a smart girl. What you're playing now? iPad. iPad? With whom? With whom you are playing now? Yeah. Which auntie? You know my name? Vijaya. Mani Amachi. Mani Amachi. Pani? Mani Amachi. Good. ചേച്ചി എന്നാ ചെയ്യുന്നേ? ചക്ക കീന്തുവാ? ഓപ്പറേഷൻ ചെയ്യുന്നതാണോ ചക്ക കീന്തുന്നതാണോ എളുപ്പം? ഏതാ എളുപ്പം? ഓപ്പറേഷൻ ആണോ ചക്ക കീന്തലാണോ? ഇത് വല്ലപ്പോഴും അല്ലേ കിട്ടുള്ളൂ കീന്താനായിട്ട്. ഇവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടെന്നേ ആ പ്ലാവേല്. ഇവിടെ ഇഷ്ടംപോലെ ആ പ്ലാവ് ചക്ക കിടക്കുന്നുണ്ട്. ഇവിടുത്തെ പ്ലാവേല് ലണ്ടൻകാരി ലില്ലിക്കുട്ടി.